ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. ഹലോ, ഇവിടെ എത്തിയ അമ്മാവാ. പേടിക്കാനൊന്നുമില്ല, ഞാനായിട്ടൊരു പ്രശ്നത്തിന് അങ്ങോട്ട് പോകൂല. വെള്ളോ ഇവിടുന്ന് ദാഹിച്ച പച്ചവെള്ളം ഞാൻ വാങ്ങിച്ചു കുടിക്കൂലല്ലേ. ഇവിടെ തീരും, ഇന്നത്തോടു കൂടി ഈ ബന്ധം തീരും. തീർത്തിട്ടേ ഞാൻ വരൂ. അമ്മാവൻ വൈ. ആഹാ, ഇവിടെ ആരും ഇല്ലേ? ആരാ ഉമ്മറത്ത്? ഓ, ആഠ്യത്വം. ആരാ? മുഖത്ത് നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ ആരാന്ന്. ഞാൻ ആരുടെ മുഖത്ത് നോക്കാറില്ല. ആളുകൾ എന്റെ മുന്നിൽ തല കുനിക്കണം. അതെന്തിന്? എന്നല്ല എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ പറ്റുള്ളൂ. വർത്താനം പറയടാ. എന്തായാലും വന്നതല്ലേ, രണ്ട് വർത്താനം പറഞ്ഞിട്ട്. നീ പറഞ്ഞിട്ട് പോ. ഇത് തരാൻ വേണ്ടി വന്നതാ. അത് നീ തരണ്ട, എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്ത്? കുഴിനകം. കുഴിനകമല്ല, പിന്നെ ഇത് മാല. പിടി അങ്ങോട്ട്. നീ എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ? എന്താ? എടാ, ഈ നെക്ലേസ് ഇട്ടിട്ട് ഞാൻ പോയി ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നതല്ല, പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞതിനെ കെട്ടിക്കൊണ്ട് പോയില്ലേ നിങ്ങളെ മോള്. അവളേന്ന് ഞാൻ എന്റെ ഒരു കഷ്ടകാലത്തിനെടുത്ത് പണയം വെച്ച സാധനം. അതിന്റെ പേരും പറഞ്ഞ് അവൾ എനിക്ക് ചെവി തല തന്നിട്ടില്ല. അത് ഞാൻ പണയത്തിന്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പോകുന്ന. ഇനി ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഒരുപാട് പ്രതീക്ഷയോടെ കൂടെ എന്റെ കൊച്ചിനെ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുത്തത്. എടാ, നീ പറഞ്ഞേക്കാളും കൂടുതൽ തന്നല്ലടാ എന്റെ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് അയച്ചത്. വളരെ ശരിയാ. നിങ്ങൾ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ കൊച്ചു മിണ്ടാപ്പൂച്ചയാണ്, വാ തുറന്ന് നാക്കെടുക്കൂലെന്ന്. ഞാൻ വന്നപ്പോ കണ്ട് ഈ നീളത്തിനുള്ള നാക്ക് തന്നതിലും കൂടുതൽ അവർക്ക് ഉണ്ടായിരുന്നത്. നിന്നെ പറ്റി ഞാൻ ആരോടും ഒന്നും അന്വേഷിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. USA കമ്പനി എന്ന് കേട്ടപ്പോ ചാടിക്കേറി കെട്ടിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞ എന്നാ ഈ USA കമ്പനി എന്നറിയാമോ? ഉത്തമൻ, സന്തോഷ്, അരിക്കുട്ടൻ, അവര് മൂന്നുപേരാണ് കമ്പനി വെള്ളടിച്ച് ഈ കറക്കം തന്നെ കറക്കം. എന്തായാലും കഴിഞ്ഞ് ഇനി തന്നെയും നിങ്ങൾ രണ്ടുപേരും ജോയിന്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ് ഈ അച്ഛന്റെ ആഗ്രഹം. എനിക്ക് പറ്റൂല. ഈ ബന്ധം ഞാൻ ഇവിടെ വെച്ച് നിർത്തി. അത് പറയാനും കൂടിയാ വന്നത്. ഇനി ഈ വീടുമായിട്ട് എനിക്കോ എന്റെ വീടുമായിട്ട് ഈ വീട്ടുകാർക്കോ ഒരു ബന്ധവും ഇല്ല. ഇത് ഇവിടെ കൊണ്ട് തീർന്നു. എന്തായാലും നീ വന്നില്ലേ, അവിടെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും പോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോണ വഴിക്ക് ഞാൻ ഇവിടെ ഛർദ്ദിച്ച് വെച്ചിട്ടേ പോവുള്ളൂ. വന്നപ്പോ ഞാൻ ഇവിടുന്ന് ഒരു കാപ്പി കുടിച്ചായിരുന്നു, പെണ്ണ് കാണാൻ വന്നപ്പോ. അത് അച്ഛാ, കോഫി. ആറ് മാസം അവളെ വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോ പെണ്ണങ്ങ് വേറെ റൂട്ടായി. ഓ, നീ ഇപ്പൊ തന്നെ ചാടിക്കേറി പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അണ്ണൊക്കെ അങ്ങനെ പോയി. ജിമ്മിൽ പോയി കുറച്ച് മുഖക്കുരുവൊക്കെ ഫേഷ്യൽ ചെയ്ത് മാറ്റി. ആദ്യമേ ഇതൊക്കെ അങ്ങ് ചെയ്തു കൊടുത്താ മതിയായിരുന്നു. എടാ നിന്ന് കുണുങ്ങാണ്ട് പോടാ. നിനക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതല്ലേ. പോവല്ലേ? എടാ പോടാ നീ. എന്ന് പറഞ്ഞ വന്നല്ലേ ഉള്ളൂ. ഞാൻ അവളൊന്നും കണ്ടു. 6 മാസം വീട്ടിൽ കയറി വരുന്നവരെ ഇറക്കി വിടരുത്, മോശം. എടാ, നിനക്ക് എന്തൊരു പവറായിരുന്നടാ. അവളെ വേണ്ട, അവളെ കാണണ്ട. ഇപ്പൊ അതേ ചുമ്മാ വട്ടപ്പാലം കളിച്ച് നടക്കണുണ്ടോ അവൻ. നീ ഒന്നടാ, ഇറങ്ങിക്കോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു എത്ര ധൃതിയും തോന്നുന്നു. ഇവിടെ നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്തോന്ന് മംഗളകർമ്മം? ഞാനിവിടെ വേറെ കെട്ടിച്ചുവിടാൻ പോവാ, അന്തസ്സുള്ള പിള്ളേർക്കായിട്ട്. അതങ്ങനെ ശരിയാവും? എന്ത്? ഞാൻ അവളെ കഴിച്ച് താലിയിട്ട് പുരുഷനാണ്. ഞാൻ എന്റെ ബന്ധം നിൽക്കുമ്പോ വേറെ കെട്ടിച്ചുവിടാൻ പറ്റൂ? അച്ഛാ, ഇത് ആരോടായി പറയുന്നത്? അച്ഛൻ വരുന്നുണ്ടോ? നമുക്ക് കഴിക്കാൻ നീ എവിടെ പോകും? എനിക്കിത് കാണും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ ഭാര്യയൊക്കെ ഞാൻ പണ്ട് കേട്ടോ. അച്ഛനൊരു കാര്യം അറിയോ? ആദ്യ രാത്രിക്ക് എന്തു അവിടെ നടന്നേന്നറിയാവോ? അച്ഛാ, പിന്നെ ഇയാളും ഇയാളുടെ കൂട്ടുകാരും കൂടെ മുറ്റത്ത് പടക്കം പൊട്ടിച്ച് എന്നെ പേപ്പിച്ച്. ഞാൻ എന്താണ് ഇവളെ ഇവിടെ കൊണ്ടാക്കിയെന്ന് മനസ്സിലായ? എന്താ? വാ തുറന്ന ഇങ്ങനെയുള്ള സാധനമേ വരുള്ളൂ. അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നിങ്ങളല്ലേ പഠിപ്പിച്ചു വിട്ടത്. ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എടാ, എന്റെ ഒരു മോളാണ് സത്യം. ഞാൻ എന്റെ കൊച്ചിനെ ഇങ്ങനെ പാപ്പിച്ചിട്ടില്ല. അക്ഷരത്തെറ്റ് വരും, സർവ്വസാധാരണമാണ്. അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കരുത്. എല്ലാം ആവശ്യത്തിനെ ആഹാവൂ. മനസ്സിലായ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എന്റെ അമ്മ കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഒരു വിളക്കെടുത്തങ്ങ് കയ്യിലോട്ട് കൊടുത്തു. അത് ഊതിക്കെടുത്തിയ മോളാ ഇവിടെ. സത്യമായിട്ടല്ല, ആ വിളക്ക് കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നപ്പോ നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ.
ഇങ്ങനൊന്നും ആക്കിയപ്പോ ആ വിളക്കങ്ങ് കെട്ടുപോയി. അത് മാത്രോ, നമ്മൾ ഊരി കൊടുത്ത 1 പവന്റെ വളയില്ലേ, അമ്മയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തപ്പോ അവരെന്തോ കാണിച്ചെന്നറിയാവോ? ആ ഭിത്തിയെ കൂടെ ഒരച്ചോണ്ട് ഒരു ഒറ്റ പോക്ക്. എന്ത് കാര്യത്തിന്? അത് സ്വർണ്ണമാണെന്ന് അവർക്ക് അപ്പൊ തന്നെ അറിയണോന്ന്. എനിക്ക് എവിടെ വേറെ കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ സ്വഭാവം മാറ്റി. എന്നെ കെട്ടുന്നത് ആപ്പി ഉപ്പയൊന്നും അല്ല, ഒരു ജിം ട്രെയിനറാ എന്നെ കെട്ടുന്നത്. എടാ 6 പാക്ക് ആണ്, 6 പാക്ക്. അല്ലാതെ നിന്റെ പോലെ വയറിൽ കിണറുള്ളവനല്ല. നടക്കൂല. കല്യാണം നടത്തും ഞങ്ങൾ. ഈ ബന്ധം ഞാൻ നടത്തൂല. ഇത് ഞാൻ കുളവാക്കും. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എന്തായാലും ഇയാളുടെ കൂടി പോയി ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ട. നീ പോവരുത്. ഇല്ല, ഞാൻ നിന്നെ ഭർത്താവല്ലേടി. അതൊക്കെ പണ്ട്. എന്നെ ഉപേക്ഷിക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. അപ്പൊ ഈ ബന്ധം നടക്കൂല. നടക്കൂല. ഇനി നീ എന്റെ കൂടെ വരൂല. വരൂല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്താ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അയ്യോ, എനിക്ക് പേടിയാവണം. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ ചെയ്യോ? ചാടി ആരും ഇന്നേ ഒരു ആത്മഹത്യ. ഞാനിവിടെ തൂങ്ങിത്തത്തം ചെയ്യോടി നീ. പറയച്ചാ നീ ചരിയോ? ചാവോ? ചാവും. ആത്മഹത്യ ചെയ്യോ? ചെയ്യും. എടാ പൊട്ട, ഇത് നിന്നെ ഒന്ന് പാട്ടിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച ഒരു നാടകം. അച്ഛന്റെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ദൈവദോഷം പറയരുത്. ഇത്രയും ഓവർ ആക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൊണ്ടാക്കി അഭിനയം പഠിപ്പിക്കാൻ നോക്ക്. പിന്നെ നിന്റെ അഭിനയം നീ വീട്ടിലോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കൂടെ? എന്റെ കൂടെ നടേടി വീട്ടിലോട്ട്. അച്ഛാ